ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ ഫുട്ബോളിലെ ദുരവസ്ഥ അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ISL ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല. എന്ന് തുടങ്ങും എന്ന കാര്യത്തിലും വ്യക്തതകൾ ഇല്ല. ലീഗ് ആരംഭിച്ചിട്ടില്ല. ഇന്ത്യൻ വുമൻസ് ലീഗ് ആരംഭിച്ചിട്ടില്ല. ഇന്ത്യൻ ദേശീയ ടീമാവട്ടെ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫിഫ റാങ്കിങ്ങിൽ 142ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്. അങ്ങനെ എല്ലാം കൊണ്ടും ഇന്ത്യൻ ഫുട്ബോളിന് ഇത് കഷ്ടകാലമാണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും പ്രസിഡന്റായ കല്യാൺ ചൗബേക്കും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇതുവഴി ലഭിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ ബംഗാളി മാധ്യമമായ സാങ്ബാദ് പ്രാറ്റിഡിൻ പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് അവർ കണ്ടെത്തിയ കാര്യം എന്തെന്നാൽ, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായ കല്യാൺ ചൗബയോട് കേന്ദ്ര കായിക മന്ത്രിയായ മൻസുഖ് മാണ്ഡവ്യ രാജി ആവശ്യപ്പെട്ടിരുന്നു. അതായത് ഇന്ത്യൻ ഫുട്ബോളിന്റെ നിലവിലെ അവസ്ഥയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണം എന്നായിരുന്നു പ്രസിഡന്റിനോട് കേന്ദ്ര കായിക മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കല്യാൺ ചൗബെ ഈയൊരു ആവശ്യം നിരസിച്ചു എന്നാണ് ഈ ബംഗാളി മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം കല്യാൺ ചൗബെ കേന്ദ്ര കായിക മന്ത്രാലയത്തെ അറിയിക്കുകയായിരുന്നു എന്നാണ് ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പടിയിറങ്ങാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. തൻ്റെ കാലാവധി പൂർത്തിയാക്കാൻ തന്നെയാണ് കല്യാൺ ചൗബെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. എല്ലാവരുമായും ഒരു മീറ്റിംഗ് ആണ് നടക്കുന്നത്. കേന്ദ്ര കായിക മന്ത്രാലയമാണ് ഈ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. നാളത്തോടു കൂടി സുപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.